ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഒപ്പം ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് 6-ാം അധ്യായമായ ധ്യാനയോഗത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഭഗവാൻ പറയുന്നു, സുഹൃന്മിത്രാര്യുദാസീന മധ്യസ്ഥദ്വേഷ്യ ബന്ധുഷു സാധുഷ്വപി ച പാപേഷു സമബുദ്ധിർ വിശിഷ്യത്തെ. ചിലപ്പോൾ ഈ പറയുന്ന ആശയം ഒരു അപ്രായോഗികമാണ് എന്ന് തോന്നിയേക്കാം. എന്താണ് സുഹൃത്ത്, മിത്രം, ശത്രു, ഉദാസീനൻ, മധ്യസ്ഥൻ, ദ്വേഷ്യൻ, ബന്ധു, സജ്ജനങ്ങൾ, ഇവരിലൊക്കെ തന്നെ പാപികൾ, ഇവരിലെല്ലാം എന്താണ് സമബുദ്ധിയെ കൈക്കൊള്ളുന്നു. ആ സമബുദ്ധി വിശിഷ്യത്തെ, അത് വിശേഷപ്പെട്ടതാണ് എന്ന് പറയും. ഇതെങ്ങനെയാണിത് ശരിയാവുക എന്നുള്ളതാണ്. നോക്കൂ, ഇത് മാത്രമേ ശരിയാവുള്ളൂ. അതായത് ഇതിൻ്റെ പ്രായോഗിക തലം എന്നുള്ളത് അറിവ് തന്നെയാണ്. അതെങ്ങനെയാണ് അറിയേണ്ടത്? അതായത് നമുക്ക് ഈ വ്യക്തികളെ അതുപോലെ തന്നെ അവരുടെ പ്രവൃത്തികളെ, ഇത് രണ്ടും രണ്ടായിട്ട് കാണാൻ സാധിക്കണം. ഇതിൽ വിമർശിക്കപ്പെടാവുന്നതും വിമർശിക്കപ്പെടാൻ പാടില്ലാത്തതുമായിട്ടുള്ള രണ്ട് തലങ്ങളുണ്ട്. ഒന്ന് വിമർശനത്തിന് വിധേയമാണ്, മറ്റൊന്നോ വിമർശനത്തിന് വിധേയമല്ല. അതെന്താണ്? അതിപ്പോൾ നമുക്ക് ഭാര്യയായാലും ഭർത്താവായാലും ഏതിനോടും, ഈ പറഞ്ഞ ചെന്താമരയോടാണെങ്കിലും ചെന്താമരയുടെ പ്രവൃത്തികളെയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? എണ്ണി വിമർശിക്കാം. ചെന്താമരയ്ക്കൊരു വ്യക്തിത്വമുണ്ട്, ചെന്താമര എന്ന് പറയുന്ന ഒന്ന്. അത് വിമർശനത്തിന് അതീതമാണ്. അതെന്താണ്? അതൊന്നാണ്. ഈ ചെന്താമരയെ എന്തുകൊണ്ടാണോ നിർമ്മിച്ചിട്ടുള്ളത്, അത് തന്നെയാണ് നമ്മളെ അതുകൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. അത് വിമർശനാതീതമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ, നന്നായി ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, നമ്മുടെ ഈ വ്യാവഹാരിക ജീവിതത്തിൽ ഭർത്താവും ഭാര്യയും കുട്ടികളും ഒക്കെ എല്ലാം ഈ ബന്ധങ്ങളിലൊക്കെ തന്നെ, കുടുംബ ബന്ധങ്ങളിൽ നമുക്കും ഇത് അങ്ങോട്ട് പറയാൻ പറ്റും. അത് പറയുമ്പോൾ അതൊരു വലിയൊരു ആശ്വാസമാണ് കേൾക്കുന്നവർക്കും. അതെ, ഇപ്പോൾ പറയാ, നിന്നെ എനിക്ക് വിമർശിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് അമ്മ, അച്ഛൻ എന്നൊക്കെ പറയുന്നത് വിമർശനത്തിന് അതീതമാണ്. അമ്മയെ ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ എതിർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർക്കുകയല്ല. ഇതെന്താന്ന് പറഞ്ഞാൽ, അമ്മ ഈ പറഞ്ഞ കാര്യത്തോട് ഇത് നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ്. അപ്പോൾ ഇത് എനിക്ക് സ്വീകാര്യമായിട്ടുള്ളതല്ല. അതിനർത്ഥം ഞാൻ അമ്മയെ ഇഷ്ടപ്പെടുന്നില്ല എന്നോ അമ്മയോട് ദേഷ്യമാണെന്നോ അല്ല. അമ്മ ഈ പറഞ്ഞ ഈ കാര്യത്തോട്, അല്ലെങ്കിൽ ഭാര്യയോടും അതെ, നീ ഭാര്യ എന്നുള്ള നിലയിൽ എനിക്ക് ഒരിക്കലും നിന്നെ തള്ളി പറയാനോ, പ്രത്യേകിച്ച് കുട്ടികളുടെ അമ്മയാണ്, എനിക്ക് ഭർതൃസ്ഥാനം തന്നെ, ഒരു പിതാവിൻ്റെ സ്ഥാനം ഉണ്ടാക്കി തന്ന ആളാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളെ കൊണ്ട് എനിക്ക് വിമർശിക്കാൻ സാധ്യമല്ല. പക്ഷേ നിൻ്റെ ഈ പ്രവൃത്തിയെ ഞാൻ വിമർശിക്കുന്നു. അപ്പോൾ ആ പ്രവൃത്തിയെ മാത്രം നമുക്ക് എടുക്കാം. അല്ല, അങ്ങനെയാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത ചില പ്രവൃത്തികൾ ആരിൽ നിന്നുണ്ടാവുന്നോ അവരോട് നമുക്ക് ഇഷ്ടക്കേടുണ്ടാവുന്നുണ്ട്. നമ്മൾ ഈ സ്കൂളിൽ കുട്ടികളോട് പോയി ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്. കുട്ടികളോട് ചോദിക്കും, നിങ്ങൾക്ക് അത് പ്രത്യേകിച്ചൊരു 6-ാം ക്ലാസ് 7-ാം ക്ലാസ്സിലൊക്കെ ഒരു ആ സമയത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ഉത്തരം കിട്ടും.
കുട്ടികളോട് ചോദിച്ചു നോക്കൂ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതാണെന്ന്. അപ്പോൾ ആ കുട്ടികൾ ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് പറയുന്നത്, ആ സബ്ജക്റ്റിലൂടെ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് ആ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്ന ടീച്ചറെയാണ്. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഇഷ്ടമില്ലാത്ത ടീച്ചറായിരിക്കും അത്. അപ്പോൾ ആ ടീച്ചറെ വെറുക്കുന്നതിലൂടെ കുട്ടികൾ ആ വിഷയത്തെയും വെറുക്കുന്നുണ്ട്. ഇനി ആ ടീച്ചർ അവിടുന്ന് മാറി വേറൊരു ടീച്ചർ വന്നതോടുകൂടി ഈ കുട്ടിക്ക് പ്രശ്നങ്ങളൊക്കെ മാറി, ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ കൈകാര്യം ചെയ്യുന്നവരും ആയിട്ട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉത്തമമായ തെളിവാണ്. ഇതുപോലെയാണ് നമുക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ ആരാണോ ചെയ്യുന്നത്, അത് ഭാര്യയാകാം, ഭർത്താവാകാം, ആരും ആവാം. അപ്പോൾ അത് നമുക്ക് എന്തുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ അവരോട് ദേഷ്യം ഉണ്ടാക്കുന്നു. അവർക്കും അറിയില്ല എന്താ നിങ്ങളിങ്ങനെ ഈ ദേഷ്യപ്പെടുന്ന, ഈ ദേഷ്യം ഉണ്ടായിട്ടുള്ളതിൻ്റെ കാരണം എന്താണ് എന്ന്. അതുകൊണ്ടാണ് ഈ പ്രവൃത്തിയെ നമുക്ക് വിമർശിക്കാം, വ്യക്തിയെ വിമർശിച്ചുകൂടാ എന്ന് പറയുന്നത്. ആ തത്വമാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. എന്താണ്? സുഹൃന്മിത്രാരുദാസീന മധ്യസ്ഥ ദ്വേഷ്യ ബന്ധുഷു സാധുഷു അപിച്ച പാപേഷു സമബുദ്ധിർ വിശിഷ്യത്തെ. ഇത് പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് ഇതൊക്കെയാണ് രാഷ്ട്രീയക്കാർക്ക് വേണ്ടുന്ന മര്യാദ എന്നൊക്കെ പറയുന്നത്. അതാണ് ചിലർക്ക് ഭയങ്കരമാണ് ഈ വിരുദ്ധ ചേരിയിലുള്ള പ്രത്യയശാസ്ത്രങ്ങളിൽ നിൽക്കുന്ന ആളുകൾ തോളിൽ കൈയിട്ട എന്തോ വലിയ പ്രശ്നം പോലെ കാണുന്നവരുണ്ട്. അത് വിവരക്കേടാണത്. അയാളുടെ കല്യാണത്തിന് പോയി, ഇയാളുടെ മകളുടെ കല്യാണത്തിന് വന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്തോ വലിയ സംഭവമാണ്. ഇതെന്തോ സംഭവമാണ് എന്ന് പറഞ്ഞ് നമ്മളെ കാണിച്ചു തരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഈ വലിയ ഇന്ത്യയിൽ ഇരിക്കുമ്പോൾ നമുക്ക് പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്തോ കണ്ടാൽ തല്ലിക്കൊല്ലണം. നമ്മളോടൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ട്, 2 പാകിസ്ഥാനിയെങ്കിലും കൊന്നു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ട് എന്ന് പറയുന്ന പൊട്ടന്മാരുണ്ട്. ഇതേ പൊട്ടൻ ദുബായി പോയി കഴിഞ്ഞാലോ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് പാകിസ്ഥാനി ആയിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ പാകിസ്ഥാനികളുള്ള ഒരു സ്ഥലമാണ് ദുബായ്, മിഡിൽ ഈ പറഞ്ഞ നമ്മുടെ ഗൾഫ് മേഖലകളിൽ ഒരുപാട് പേരുണ്ട്, വളരെ നല്ല ആൾക്കാരാണ്. നമ്മൾ ആദ്യമായിട്ടൊരു പാകിസ്ഥാനിയെ അടുത്ത് പരിചയപ്പെടുന്നു, നല്ലൊരു ബന്ധം പരിചയം ഉണ്ടാവുന്നത് നമുക്ക് 55 ദിവസം ഭഗവത്ഗീത ജ്ഞാനയജ്ഞം ദുബായിൽ നടക്കുന്ന സമയത്താണ്. ഒരു ടാക്സി ഡ്രൈവർ. അപ്പോൾ അദ്ദേഹം വളരെ നല്ല മനുഷ്യൻ, മൂപ്പർക്ക് ഇന്ത്യയൊക്കെ ആയിട്ട് നല്ല ഇതൊക്കെ ഉള്ള ആളാണ്. വലിയ കാര്യമാണ്. അങ്ങോരാ പറഞ്ഞു, നമ്മളൊക്കെ സഹോദരങ്ങളല്ലേ, നമ്മളൊക്കെ ജ്യേഷ്ഠാനുജന്മാർ തന്നെയാണ്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ എന്ന് പറയും. സത്യമാണ്. നമ്മൾ 47 മുമ്പ് ഒറ്റ രാജ്യമായിരുന്നല്ലോ. അപ്പം ഈ നമുക്ക് ഇതില്ലെങ്കിലും നമ്മളിൽ ഉണ്ടാക്കി തരുന്ന ആളുകളുണ്ട്, പുറത്തുള്ള ഘടകങ്ങളുണ്ട്. അത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട നമ്മളോടൊരു ചോദ്യമായിട്ട് ചോദ്യം വന്നത്, നമ്മുടെ ഈ പറഞ്ഞ പോലെ പുരാണങ്ങളും ഈ ഗ്രന്ഥങ്ങളും വൈദിക ഗ്രന്ഥങ്ങളും അതും ഇതുമൊക്കെ ഉണ്ടായിട്ടും ഇപ്പം നാട്ടിൽ നടക്കുന്ന ഈ അക്രമങ്ങൾ, വിദ്യാർത്ഥികൾ തമ്മിൽ പൊരിഞ്ഞ തല്ല് നടക്കുന്നു, ഇങ്ങനെ പരസ്യമായ യുദ്ധം കണക്കെ കടാര കൊണ്ടും ബസ്സിൽ കത്തിക്കുത്ത്, ഇതൊക്കെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇവരെയൊന്നും ഇതെങ്ങനെയാണ് ഇത് പഠിപ്പിക്കേണ്ടത്? നമുക്ക് ഈ ചോദ്യം വളരെ സന്തോഷമായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം എന്താണെന്നറിയോ, ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇതാണ്. നമ്മളിതെങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ മഹാഭാരതവും രാമായണത്തെയൊക്കെ നമ്മൾ എങ്ങനെയാണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇത് 5000, 10000, 15000 കൊല്ലം മുമ്പ് നടന്ന കഥയായിട്ടാണ് പറയുന്നത്. അങ്ങനെ നിങ്ങളിൽ നിന്ന് അന്യമായി നിങ്ങളുടെ കുട്ടികളെ ഇത് പഠിപ്പിച്ചു കൊടുക്കുമ്പം അവർക്കൊന്നും ഒരു പരിചയവുമില്ലാത്ത എത്രയോ കാലം മുമ്പ് കുറച്ച് ആളുകൾ തമ്മിൽ ചേരി തിരിഞ്ഞ് അടികൂടിയ വെറും താന്തോന്നികളുടെ കഥയായിട്ടേ അവർക്ക് തോന്നുള്ളൂ. അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയാണോ ഇത്? അങ്ങനെയല്ല എന്ന് നമ്മുടെ ഈ ഗ്രന്ഥങ്ങളിൽ തന്നെ പറയപ്പെട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഈ മഹാഭാരതത്തിൻ്റെയൊക്കെ ഒരു രത്നച്ചുരുക്കം പറയുന്ന ഒരു ഉപനിഷത്ത് തന്നെയാണ് കൃഷ്ണോപനിഷത്ത് എന്ന് പറയുന്നത്. ഈ കൃഷ്ണോപനിഷത്തിലൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കൃഷ്ണനൊക്കെ 16108 ഭാര്യമാരൊക്കെ ഉള്ള കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞ്
അപ്പം നമ്മുടെയൊക്കെ ധാരണ എന്താണ്? ഇങ്ങനെ കുറേ ഇങ്ങനെയുള്ള ആളുകൾ തന്നെ സ്ത്രീ വിഷയ തത്പരനായിട്ടുള്ള അറുവഷളന്മാർ നാട്ടുകാർ പറയുന്നൊരു പേര്, അയാൾ കൃഷ്ണനാണ് എന്ന് പറഞ്ഞാൽ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു പ്രയോഗമാണ്. ആൾ കൃഷ്ണനാണ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യത്തിന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടാണോ അത് പറയുന്നത്? അങ്ങനെയാണോ കൃഷ്ണനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? അല്ല. പറയും അഷ്ടാവഷ്ട സഹസ്രദ്വേ ശതാധിക്യ സ്ത്രീയസ്തത ഋജോപനിഷദസ്താ വൈ ബ്രഹ്മരൂപ ഋജസ്ത്രീയ. അഷ്ടാവഷ്ട സഹസ്രദ്വേ ശതാധിക്യ സ്ത്രീയസ്തത. 16,108 എന്ന അക്ഷരസംഖ്യയെ സംസ്കൃതത്തിൽ പറഞ്ഞിരിക്കുക. അഷ്ടാവഷ്ട സഹസ്രദ്വേ ശതാധിക്യ സ്ത്രീയസ്തത ഋജോപനിഷദസ്താവൈ ബ്രഹ്മരൂപ ഋജസ്ത്രീയ. ബ്രഹ്മത്തെ കുറിക്കുന്ന ഋക്കുകളാണ്, ഋഗ്വേദത്തിലെ മന്ത്രങ്ങളെയാണ് 16,108 മന്ത്രങ്ങളെ കൃഷ്ണൻ്റെ ഭാര്യമാരായി പറഞ്ഞിരിക്കുന്നു എന്ന് പറയാം. ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. ദയാസാ രോഹിണി മാതാ, ദയയാകുന്നു രോഹിണി എന്ന് പറയുന്നത്. സത്യഭാമ ധരേതി വൈ, സത്യഭാമ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഭൂമി തന്നെയാണ്. അകാസുരോ മഹാവ്യാധി, മഹാവ്യാധിയായിട്ടുള്ളവൻ അകാസുരനാണ്. കലി കംസസ ഭൂപതി, ആ കംസനാണ് നിങ്ങൾ കാണുന്നത്. ബസ്സിൽ കുട്ടികൾ തമ്മിൽ കത്തിക്കുത്തുന്നതും ചേരി തിരിഞ്ഞ് SFI ASU എന്നൊക്കെ പറഞ്ഞ് തമ്മിൽ തല്ലുന്നതും ഈ അവിടെയൊക്കെ ഉണ്ടാവുന്ന ഏതേത് സംഘർഷങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംസനാണ്. ആരാണ് ഈ കംസൻ? കലിയാകുന്ന കംസൻ. കൃത്യമായിട്ട് പറയാം, കലി കംസസ ഭൂപതി, അവൻ ഭൂമിയുടെ പതിയുമാണ്. അവനാണ് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ശക്തമായി വാണരുളുന്നവൻ. അപ്പം നമ്മൾ ഈ പുരാണങ്ങളെ ഇതിഹാസങ്ങളെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്? നമ്മുടെ തന്നെ ഉള്ളിൽ ഈ ശത്രുക്കളെ നമ്മൾ ജയിക്കേണ്ടതല്ലേ? നമ്മുടെ ഉള്ളിലല്ലേ മുഷ്ടികനും ചാണൂരനും മല്ലനും ഇവനൊക്കെ ഉള്ളത് നമ്മുടെ ഉള്ളിലാണെന്നാണ് പറഞ്ഞത്. ദ്വേഷ ചാണൂര മല്ലോയം, ദ്വേഷമാണ് ചാണൂരൻ മല്ലൻ. പിന്നെയോ മത്സരോ മുഷ്ടികോ ജയ, ഈ മുഷ്ടികൻ എന്ന് പറയുന്നതാണ് മത്സരം. ഈ മല്ലനിൻ്റെയും ചാണൂരൻ്റെയും മുഷ്ടികൻ്റെയും ഇടയിലാണ് കൃഷ്ണനെ കൊല്ലാൻ കൊണ്ടുപോയത്. ഇതൊക്കെ ഈ അസുരന്മാരാണ്. അപ്പോൾ ഇവരെയൊക്കെ എന്താണ്? ഇവരെയൊക്കെ ജയിക്കേണ്ടവരാണ്, കൊല്ലപ്പെടേണ്ടവരാണ്. അത് ബാഹ്യമായിട്ടല്ല, ആന്തരികമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള കലിയെ നമ്മൾ ജയിക്കണം. ഇതല്ലേ നമ്മൾ ഈ രീതിയിലല്ലേ നമ്മൾ കുട്ടികളെ ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? മുതിർന്നവർക്കും ഇത് കഥ പറഞ്ഞു കൊടുക്കേണ്ടത് അങ്ങനെയല്ലേ? അപ്പോൾ ഇതൊരു ചരിത്രമല്ല, മറിച്ച് തത്വചിന്തയാണ്, നമ്മുടെ ഉള്ളിലാണെന്ന് പറയുമ്പോൾ നമ്മളെ തല്ലാൻ എന്നിട്ട് നമ്മളോട് തന്നെ ചോദ്യവും ചോദിക്കുക, എങ്ങനെയുണ്ട്, ഇതെങ്ങനെയാണ് സ്വാമി, ഇതെന്തുകൊണ്ടാണ് നമ്മുടെ ആളുകൾക്ക് ഇത് മനസ്സിലാവാത്തത്? എങ്ങനെ മനസ്സിലാവും? നിങ്ങൾ 5000 കൊല്ലം മുമ്പ് 10,000 കൊല്ലം മുമ്പ് കുറച്ച് രാജാക്കന്മാർ ഇവിടെ ജീവിച്ചിരുന്നു, ഇവന്മാർ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് ചെയ്തത്, ഇതാണ് നമ്മുടെ ദൈവങ്ങൾ എന്ന് ദൈവങ്ങൾ തമ്മിൽ തല്ലുകൂടുക. ഇതൊക്കെ എന്തെങ്കിലും അന്തവും കുന്തവും വേണ്ടെന്ന്. ഇതെല്ലാം തത്വചിന്തയാണ്, നമ്മുടെ ഉള്ളിൽ നടക്കുന്നതാണ് എന്ന രീതിയിൽ നമ്മൾ ഇനിയും ഇത് പഠിപ്പിച്ചു പോകുന്നില്ല. അവസാനം ഇതൊക്കെ ഇപ്പം തന്നെ അപഹാസ്യമാണ് പലർക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ പറയാം, ഓ എന്ത് ചപ്പ് ചവറ് സാധനങ്ങളെന്ന്. അങ്ങനെയാണോ? ഇതങ്ങനെയല്ല, അങ്ങനെ ആവരുത് എന്ന തോന്നലോട് കൂടിയിട്ടാണല്ലോ ഇതിൻ്റെ തത്വചിന്ത മുഴുവൻ അവർ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. എല്ലാ കഥകളുടെയും തത്വചിന്ത നമ്മളുടെ തന്നെ ഈ പറഞ്ഞ മതമാത്സര്യാദികളാണ്. ഈ മുഷ്ടികനാണെങ്കിലും ചാണൂരനാണെങ്കിലും കംസനാണെങ്കിലും അകാസുരനാണെങ്കിലും ഭഗനാണെങ്കിലും എല്ലാ അസുരന്മാരും ഇതെല്ലാം പറഞ്ഞിട്ടും നമ്മളെന്താ? എന്നിട്ടോ അവിടെ പറയുന്നതാണ് ശമോ മിത്ര സുധാമാച്ച. ഇവിടെ പറഞ്ഞല്ലോ, സുഹൃമിത്രാരുദാസീന മധ്യസ്ഥദ്വേഷ ബന്ധുഷു സാധുഷു അപിച്ച പാപേഷു സമബുദ്ധിർ വിശിഷ്യതയെന്ന്. അതിനെന്തു വേണം? ഒരു നല്ല സുഹൃത്ത് വേണം. കൃഷ്ണൻ്റെ സുഹൃത്ത് ആരാണത്? അത് സുധാമാവാണ്. ആരാണ്? കുചേലൻ എന്ന് പറയുന്ന ആളാ. ആരാ മൂപ്പര്?
ശമോ മിത്ര സുധാമാച. ശമമാകുന്ന മിത്രം, മനസ്സിനെ നിയന്ത്രിക്കുന്ന അവനാണ് മിത്രം, ഏറ്റവും പ്രിയപ്പെട്ടവൻ. നമുക്ക് അങ്ങനെ ഒരു മിത്രം. ആ മിത്രത്തിന് എവിടുന്നാണ് കിട്ടുന്നത്? ഗുരുകുലത്തിൽ നിന്ന് കിട്ടുക. സാന്ദീപനി മഹർഷിയുടെ ഗുരുകുലത്തിൽ വെച്ചാണ് കൃഷ്ണൻ സുധാമാവിനെ പരിചയപ്പെടുന്നത്. അതെ, ഗുരുവാണ് ഈ ശിഷ്യനെ പരിചയപ്പെടുത്തുന്നത്, ഗുരുവാണിത് പറഞ്ഞു തരിക. അങ്ങനെ നമുക്ക് നമ്മുടെ കുട്ടികൾ നമ്മളിൽ ഇതൊക്കെ കുട്ടികളൊക്കെ ഇതൊക്കെ പഠിക്കേണ്ടത് നമ്മളിൽ നിന്നല്ല. നിങ്ങൾ ഈ സ്വാമിമാരെ അന്വേഷിച്ചൊന്നും നടക്കരുത്. ഹിന്ദുക്കളായ നമുക്കിതൊന്നും പഠിപ്പിക്കാൻ ആരുമില്ലല്ലോ എന്ന്. നിങ്ങൾ പഠിക്കണം ആദ്യം. നിങ്ങൾ പഠിക്കൂ, എന്നിട്ട് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കൂ. നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴല്ലേ അവർക്കിത് വളരെ നന്നായിട്ട് ബോധിക്കുക. ശമോ മിത്ര സുധാമ. ശമം മനസ്സിനെ അടക്കുന്ന, മനസ്സിനെ നിയന്ത്രിക്കുന്ന ആ പ്രക്രിയയാണ്. അങ്ങനെ ഒരാൾ സുധാമ ശിഷ്യനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഈ സുധാമ എന്ത് കണ്ടിട്ടും മോഹിക്കാത്തത്. കൃഷ്ണൻ്റെ വലിയ മണിമാളികയൊക്കെ കണ്ടിട്ടും അവിടെ പോയിട്ട് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഒന്നും ചോദിക്കാതെ പോന്നിട്ടുള്ളത്. അതാ അങ്ങനെ ഒരു സുഹൃത്ത് നമുക്കുണ്ടെങ്കിൽ പിന്നെ എന്താ വേണ്ടത്? ഒരുത്തൻ്റെ മുന്നിലും പോയി കൈ നീട്ടാൻ ഗതിയില്ലാത്ത ഒരു സുഹൃത്ത് പോട്ടേന്ന് ഉള്ള മട്ടിൽ. ശമോമിത്ര സുധാമാച്ച. സത്യ അക്രൂര ഉദ്ധവോധമ. സത്യമാണ് അക്രൂരൻ എന്ന് പറയുന്നത്, സത്യത്തെയാണ് അക്രൂരൻ എന്ന് പറഞ്ഞത്. ഉദ്ധവൻ എന്ന് പറഞ്ഞാൽ ദമമാണ്, ബാഹ്യേന്ദ്രിയമാകുന്ന നിഗ്രഹമാണ്. ബാഹ്യേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവിനെയാണ് അവിടെ ഉദ്ധവൻ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഇതിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മളിൽ ജീവിക്കേണ്ടവരാണ്. നമ്മളിൽ ജീവിക്കുന്ന മറ്റ് കഥാപാത്രങ്ങളെയോ നമ്മൾ വധിക്കേണ്ടതുമാണ്. അങ്ങനെ നല്ലൊരു സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയെ വാർത്തെടുക്കുന്ന പ്രക്രിയയാണ് ഇതിലൂടെ പറഞ്ഞത്. ഇത് പണ്ട് കാലത്ത് ഇങ്ങനെ കുറേ ആളുകൾ തമ്മിൽ ചേരി തിരിഞ്ഞ് തല്ലുകൂടി, എന്നിട്ട് എന്തുണ്ടായി? അതിപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ട് എന്താ കാര്യം? അങ്ങനെ ആരൊക്കെ ഇവിടെ തല്ലുകൂടിയിട്ടുണ്ട്? ആരൊക്കെ എന്തിനൊക്കെ വേണ്ടി തല്ലുകൂടിയിട്ടുണ്ട്? സ്ത്രീകളെ സ്വന്തമാക്കാൻ വേണ്ടി പല രാജാക്കന്മാരും അങ്ങനെ തല്ലുകൂടിയിട്ടുണ്ടല്ലോ. അത് നിങ്ങളിപ്പോൾ ഈ നൂറ്റാണ്ടിലിരുന്ന് പഠിക്കുന്നത് കൊണ്ട് എന്താണ്? അതല്ല, മറിച്ച് നിങ്ങൾ ഈ നൂറ്റാണ്ടിലിരുന്ന് നിങ്ങളുടെ ഒരു സെൽഫ് മാനേജ്മെൻ്റ് എന്ന നിലയിൽ എൻ്റെ ദേഷ്യത്തെ, എൻ്റെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു പഠനം, അത്തരത്തിലൊരു എന്താ പറയുക എക്സസൈസ്, ഇൻ്റലക്ച്വൽ എക്സസൈസ്, അതും വേണ്ടെന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? ഇപ്പം ഏത് കുറ്റം ആര് ചെയ്യുമ്പോഴും, ചെറിയ ചെറിയ കുറ്റങ്ങൾ ചെയ്യുമ്പോൾ ഉള്ളത് എന്താണ്? ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ ട്രാഫിക്കിൽ പോലും ഉണ്ട്, നല്ല നടപ്പിന് നിർദ്ദേശിക്കും. നമുക്കതിൽ വലിയ സന്തോഷമുണ്ട്. ട്രാഫിക്കിലൊക്കെ എന്തെങ്കിലും നിയമങ്ങളൊക്കെ ലംഘിച്ചു കഴിഞ്ഞാൽ കുറേ പരീക്ഷ എഴുതിപ്പിക്കുക, വീണ്ടും ഇത്ര പ്രാവശ്യം ഇമ്പോസിഷൻ, നല്ല ഏതൊരു SI കൊടുക്കുന്നതുണ്ട്. അങ്ങനെ അത്ര ഇമ്പോസിഷൻ എഴുതിപ്പിച്ച് അത്ര കഴിഞ്ഞിട്ടേ പിന്നെ സ്റ്റേഷൻ എന്ന് പറഞ്ഞു വിട്ടിട്ടുള്ളൂ. ആ ഇമ്പോസിഷൻ എഴുതിയവന്, കാരണം ആ എന്താണോ തെറ്റിച്ചത് അത്, പണ്ട് ടീച്ചർമാർ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ആ തെറ്റിച്ചത് 100 പ്രാവശ്യം എഴുതുമ്പോൾ അത് അവന് നല്ല ഓർമ്മ വരും, പിന്നെ അതൊരിക്കലും ലംഘിക്കില്ല. അപ്പം ഇതുപോലെ നമ്മുടെ ഉള്ളിൽ എന്നിലെ കംസനെ, കലിയാകുന്ന കംസനെ, കംസൻ എന്ന് പറഞ്ഞാൽ നിൻ്റെ ഉള്ളിലെ കലി തന്നെയാണ്. നിൻ്റെ ഉള്ളിലെ സുധാമ നിൻ്റെ സുഹൃത്താണ്. അകാസുരനാകുന്ന മഹാവ്യാധിയാകുന്ന അകാസുരനുണ്ട്, മുഷ്ടികനുണ്ട്, ചാണൂരനുണ്ട്, മല്ലനുണ്ട്. ഈ എല്ലാ കഥാപാത്രങ്ങളും ഉണ്ടേ നമ്മുടെ ഉള്ളിൽ. അത് സദ്ഭാവങ്ങളെ പുലർത്തുന്നവരും അസദ്ഭാവത്തെ പുലർത്തുന്നവരും. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാലോ ഇതിലെവിടെയാണ് ജാതിയും മതവും ഉള്ളത്? ഇതെവിടെയാണ് വിശ്വാസത്തിൻ്റെ പ്രശ്നം വരുന്നത്? ഇത് നിങ്ങൾ ഈശ്വരവിശ്വാസിയോ യുക്തിവാദിയോ നിരീശ്വരവാദിയോ ആരോ ആകട്ടെ, മനസ്സുണ്ടല്ലോ. നമ്മളെന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ഈ യുക്തിവാദികളെയൊക്കെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ചിലർക്കൊക്കെ വിഷമമുണ്ടാകുന്നു. നമുക്ക് ആരോടും അങ്ങനെ ഒരു, പക്ഷെ നിങ്ങൾക്കൊരു ധാരണ വേണം, എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ഉറപ്പ് വേണം. അതില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്.
കാരണം തിരുവനന്തപുരത്ത് ഒരു യുക്തിവാദികളുടെ ഇതിൽ സംസാരിക്കാൻ പോയ സമയത്ത് ഈ ആത്മാവുണ്ടോ എന്നുള്ള ചർച്ച യുക്തിവാദികൾ സംഘടിപ്പിക്കുമ്പം ആ യുക്തിവാദി സംഘടനയുടെ അന്നത്തെ പേര് നിർമുക്ത എന്നാണ്. തിരുവനന്തപുരത്ത് നിർമുക്ത. അപ്പോൾ നമ്മൾ തുടങ്ങിയത് തന്നെ എങ്ങനെയാണെന്നറിയോ? ഗുരുവായൂരപ്പൻ്റെ നാമത്തിലുള്ള ഈ ഒരു എന്താ പറയുക, ഈ കൂട്ടായ്മയിൽ ഇങ്ങനെ ഒരു വിഷയത്തെ സംസാരിക്കാൻ അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അതവർക്ക് വലിയ കൺഫ്യൂഷനായി. അപ്പോൾ ചിലരൊക്കെ അതിനെക്കുറിച്ച് ചോദിച്ചു, അതെന്താ അത് അങ്ങനെ അങ്ങനെ. നമ്മളത് പറഞ്ഞു, അതെ നിർമുക്ത എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നിർമുക്ത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്. പ്രസിദ്ധമായ നാരായണീയത്തിലെ വഴി അങ്ങോട്ട് ചൊല്ലിക്കൊടുത്തു. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യ. കാറ്റുപോയി എന്ന് പറയാം. പിന്നെ അവർ ആ സംഘടനയുടെ പേര് മാറ്റി. ഇപ്പം എന്താ അതിൻ്റെ പേര്? എസെൻസ് എന്നാണ്. നിങ്ങളിത് എസെൻസ് എന്ന് പറഞ്ഞാലും രസോ വൈ സഹ എന്ന് പറയും. അപ്പോൾ പിന്നെ ഇവർ സ്പെല്ലിങ്ങിൻ്റെ മുകളിൽ പറയുവേ. സ്പെല്ലിങ് നിങ്ങളിപ്പോൾ സ്പെല്ലിങ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്താ? നമ്മുടെ തൊട്ടടുത്ത് തന്നെയല്ലേ എന്താ നമ്മുടെ തൊട്ടടുത്തുള്ള രാജ്യം? അതെ, തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ അതിർത്തി പങ്കിടുന്നില്ല. ടർക്കി. ടർക്കിയിൽ പോയാൽ നിങ്ങൾ ടാക്സിയുടെ സ്പെല്ലിങ് എന്താ കാണുക? TAKSI എന്നാണ് ടാക്സി സ്പെല്ലിങ് കാണുക. ഉച്ചാരണം ടാക്സി എന്നാണ്. അപ്പോൾ നിങ്ങൾ ഈ എസെൻസിന് വേറെ എന്തെങ്കിലുമൊക്കെ സ്പെല്ലിങ്ങൊക്കെ വെച്ചിട്ട് അതിന് വേറൊരു അർത്ഥം പറഞ്ഞിട്ടൊക്കെ ബുദ്ധിമുട്ടാണ്. അതൊക്കെ നിങ്ങളങ്ങനെ കഷ്ടപ്പെടാൻ ശ്രമിക്കരുത്. എസെൻസ് എന്ന് പൊതുവേ എസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക് എന്താണ്? അതിൻ്റെ എസെൻസാണ് അല്ലേ? നമ്മൾ ബേക്കറിയിൽ ഈ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ അതിൻ്റെ എസെൻസ് എടുത്ത് ചെയ്യാന്നൊക്കെ പറയും. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ്. ആ എസെൻസിന് സംസ്കൃതത്തിൽ പറയുക എന്താണെന്ന് അറിയോ? ഈ വേദാന്തത്തിൽ ഉപയോഗിക്കുന്നുണ്ട്, തന്മാത്ര എന്ന് പറയും. അതുമാത്രം സാരവത്തായിട്ടുള്ളത്. അതേപോലെ തന്നെ അതിനെ രസം എന്ന് പറയും. ആ രസത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന രസോ വൈ സഹ എന്നാണ്. അവനാണത്. എന്തൊക്കെ പേര് കൊടുത്തു കഴിഞ്ഞാലും അത് അവസാനം ഈ ഇതിലെത്തും. ഏറ്റവും നല്ലത് കേരള യുക്തിവാദി സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? കൺഫ്യൂഷനൊന്നുമില്ല. കറക്റ്റായിട്ട് അതിൽ ആ കാര്യമുണ്ട്. അല്ലാതെ നിങ്ങൾ പേരിടാൻ ശ്രമിച്ചാൽ അത് നന്നായിട്ട് ആലോചിച്ചിട്ട് വേണം ഇടാൻ. വളരെ ആലോചിച്ചിട്ട്. അല്ലെങ്കിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരും. നമ്മൾ പരിഹസിക്കുന്നതല്ല. നിങ്ങളുടെ ഒരു ഈ പറഞ്ഞ ആ ചക്രത്തിൻ്റെ ഒരു പരിധി ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. നീ ഇതിനെ ചൊല്ലി വേറെ കൂടുതലൊന്നും പറയണ്ട. നമ്മൾ ഇത്രയേ ഉള്ളൂ നിങ്ങളോട് പറയാൻ. സ്പെല്ലിംഗ് ആണെങ്കിൽ നിങ്ങൾ ടർക്കിയിൽ പോയി കഴിഞ്ഞാൽ ഇതേപോലെ പലതിൻ്റെയും സ്പെല്ലിങ് ഇതേപോലെ എഴുതി വെച്ചത് കാണാം. ഉച്ചാരണത്തിന് അനുസരിച്ച്. അതാണ് ഈ ഇടയ്ക്ക് ടാക്സിയുടെയൊക്കെ അങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ നോർത്ത് ഇന്ത്യയിലെയാന്നൊക്കെ പറഞ്ഞ് ആളുകൾ ട്രോളുന്നത്. അത് കൂടുതലും ഇതൊക്കെ ടർക്കിയിൽ നിന്നുള്ള എന്താ പറയുക ബോർഡുകളൊക്കെയാണ്. പല ബോർഡുകളും ഉണ്ട്. അങ്ങനെയുള്ള ബോർഡുകളൊക്കെ ഉണ്ട്. പെട്രോൾ എന്നൊക്കെ ഉള്ളത് അങ്ങനെ പലതും കാണാം. നമ്മൾ സുലഭമായിട്ട് ഉപയോഗിക്കുന്ന പല വാക്കുകളും. അപ്പോൾ പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് വേണ്ടേ? നിങ്ങൾ ഇവിടെ അവിശ്വാസി എന്നുള്ള വിഷയം ഇല്ലയെന്നേ. ദേഷ്യം വരാറില്ലേ അവിശ്വാസിക്ക്? ആരാ പറഞ്ഞത്? ദേഷ്യമുണ്ട്, അസൂയല്ലേ? ഇങ്ങനെ കുറേ നമുക്ക് നമ്മുടെ കുറേ ഇമോഷൻസ് ഉണ്ടല്ലോ. അതിൽ ഗുണപരമായതുള്ളതുണ്ട്, നമുക്ക് തന്നെ കുഴപ്പമുണ്ടാക്കുന്നതുണ്ട്. ഇതാർക്കാ ഇല്ലാത്തത്? ഇതിൽ മതമുണ്ടോ? ജാതിയുണ്ടോ? ഈ പറഞ്ഞ വിശ്വാസങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? രാഷ്ട്രീയമുണ്ടോ? ഒന്നുമില്ല. ഇത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതല്ലേ? അല്ലാതെ ഈ വിദ്യാർത്ഥി സംഘടന നടക്കുമ്പോൾ നമ്മൾ ചേരി തിരിഞ്ഞ് SFI നല്ലവരാണ്, KSU മോശപ്പെട്ടവരാണ്, KSU നല്ലവരാണ്, SFI മോശപ്പെട്ടവരാണ്, ഈ ചർച്ച നടത്തിയിട്ട് നിങ്ങൾ ഇത്ര എണ്ണത്തിനെ കൊന്നില്ലേ, ഞങ്ങൾ ഇത്ര കൊന്നില്ലേ, ഇത്രയല്ലേ ആയുള്ളൂ, ഈ എണ്ണമൊക്കെ എടുക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനം? അതുകൊണ്ട് നമ്മൾ എങ്ങോട്ടാണ് നോക്കാത്തത്? നമ്മൾ നോക്കുന്നത് മുഴുവൻ ഇങ്ങനത്തെ കണക്കെടുപ്പിലും ഇങ്ങനെയൊക്കെ ചെയ്തതാണ്.
എന്നിട്ട് ഇത് എല്ലാവരും പറയുന്നത് എന്താണെന്നറിയോ, ഞങ്ങളൊക്കെ ഇതിനെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല, ഞങ്ങളിതിനെതിരാണ്, ഞങ്ങൾ സമാധാനത്തിൻ്റെ വഴിയാണ്. നിങ്ങൾ സമാധാനത്തിൻ്റെ വഴിയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഈ വഴി സ്വീകരിക്കും. ഏത് വഴി? നാളെ ഈ ആധ്യാത്മിക എന്നും പറഞ്ഞ് നടക്കുക എന്നുള്ളതല്ല. ഈ ഒരു മനഃശാസ്ത്രത്തിലേക്ക് ഈ പറഞ്ഞ അകാസുരനെയും ഈ പറഞ്ഞ കലിയാകുന്ന കംസനെയും ഒക്കെ നമുക്ക് നേരിടണ്ടേ? ഇത് തന്നെ ഇപ്പോൾ സുഹൃന്മിത്രാരുദാസീന മധ്യസ്ഥദ്വേഷ്യ ബന്ധുഷു സാധുഷ്വപിച്ച പാപേഷു സമബുദ്ധിർ വിശിഷ്യത എന്നുള്ള തലത്തിലേക്ക് നമുക്ക് ഇനി എത്ര കാലം കഴിയേണ്ടി വരും? അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നമ്മളിപ്പോഴും ചേരി തിരിഞ്ഞിട്ട് കടുവ ആക്രമിച്ചു കൊന്ന ആ സ്ത്രീയുടെ കുടുംബത്തോടൊപ്പമാണ്. എന്തുകൊണ്ടാണ് കടുവയുടെ ഒപ്പം നമുക്ക് നിൽക്കാൻ പറ്റാത്തത്? വിരലിലുണ്ടാവുന്നു, അഥവാ നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് തല്ല് കിട്ടും. കാരണം നമുക്ക് അങ്ങനെയൊരു ആ ഒരു ഉയർന്ന തലത്തിലേക്ക് വളരാൻ നമുക്ക് സാധിക്കാത്തിടത്തോളം കാലം ഇത്തരം അക്രമങ്ങൾക്കൊക്കെ നമ്മൾ വേറെ ഒരു നിറത്തിലാണ് ഇതിനെ കാണുന്നത്. അതല്ല വേണ്ടത്. ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഇതിനെയാണ്. അല്ലാതെ നെറ്റിയിൽ ഇത് തൊട്ട് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയും കുറച്ച് നിവർന്നിരുന്ന് ജുബ്ബിട്ട് ഇങ്ങനെ എന്താ പറയുക, ഓം എന്നിങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ദീർഘശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു കഴിഞ്ഞാൽ അതാണോ സ്പിരിച്വാലിറ്റി? സ്പിരിച്വാലിറ്റി അതൊന്നുമല്ല. ഈ ഒരു ആശയം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. സുഹൃമിത്രാരുദാസീന മധ്യസ്ഥദ്വേഷ ബന്ധുഷു എന്നുള്ളത്. സാധുഷു അഭിച പാപേഷു സമബുദ്ധിർ വിശിഷ്യത്തെ. ഇതെല്ലാം എന്താണ്? ധ്യാനത്തിന് നമ്മളെ പ്രാപ്തരാക്കിക്കൊണ്ടിരിക്കുന്ന വിദ്യയാണ്. തുടർന്ന് പറയുന്നു 10ാമത്തെ ശ്ലോകത്തിൽ, യോഗി യുഞ്ജീത സതതം ആത്മാനം രഹസി സ്ഥിതഃ ഏകാഗീയത ചിത്താത്മാ നിരാശീര പരിഗ്രഹഃ. എന്തു വേണം? യോഗി യുഞ്ജീത സതതം. സതതം യുഞ്ജീത. ആര്? യോഗി. യോഗി എന്ന് പറഞ്ഞാൽ യോഗാരൂഢൻ, യോഗത്തെ പ്രാപിക്കാൻ ഇച്ഛിക്കുന്നവൻ. അവൻ എന്താണ്? രഹസി ഏകാഗി. രഹസി, രഹസിക്ക് പല അർത്ഥങ്ങളാണ്. രഹസി എന്ന് പറഞ്ഞാൽ മറ്റുള്ളതിൽ നിന്ന് മാറിയിട്ട്. മറ്റുള്ളതിൽ നിന്ന് മാറിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കൂട്ടത്തിൽ തനിയെ. അത് തന്നെ, ആൾക്കൂട്ടമുണ്ടെങ്കിലും താൻ എന്താവും? തനിയെ ആവും. തനിക്ക് തന്നെ തന്നിലേക്ക് കേന്ദ്രീകരിപ്പിക്കാൻ സാധിക്കും, മറ്റതിലേക്ക് വീഴാതെ. ഇനി ആളൊഴിഞ്ഞ വിജനമായ ഒരിടമാണെങ്കിലോ അതും രഹസ്യമാണ്. അങ്ങനെ ആളൊഴിഞ്ഞ സ്ഥലത്ത് ആ വിജനതയിൽ ഏകാഗി, അതിനെ ഒന്നുകൂടെ ഉറപ്പിക്കുന്നതാണ് ഏകാഗി. ഏകാഗിയാവുമ്പം വിജനത്തിലാണ്, ഒറ്റയ്ക്കാണ്, കയ്യിൽ എന്തുണ്ട്? മൊബൈലും കൂടെ ഉണ്ടെങ്കിലോ വിശേഷമായി. എന്തുകൊണ്ടാണെന്നറിയോ? ഭഗവാനെ പൂജിക്കുന്ന പൂജകൻ പുറപ്പെടാശാന്തിയായി കഴിയണം എന്ന് പറയുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ഇതിനാ. അയാൾ എന്തായിരിക്കണം? രഹസി ഏകാഗി സ്ഥിത. വ്യാവഹാരിക ലോകത്തിൽ നിന്ന് ഉൾവലിഞ്ഞ് നിൽക്കണം. അദ്ദേഹത്തിൻ്റെ മനസ്സ് ഏകാഗ്രപ്പെടണം. താൻ ചെയ്യുന്ന ആ കർമ്മത്തിൽ മറ്റ് വിഷയങ്ങളൊന്നും കടന്നു വരാൻ പാടില്ല. അത് ഈ പൂജാവിധാനത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ഇതാണ്. വളരെ പണ്ട് കാലത്ത് നമ്മളത് കൈക്കൊണ്ട് പോന്നിട്ടുള്ള ഒന്നാണ്. പക്ഷേ ഈ പുറപ്പെടാശാന്തി എന്ന് പറയുന്ന ആള് വീട്ടിലല്ല താമസിക്കുന്നത്, ക്ഷേത്രത്തിൻ്റെ സമീപത്തൊരു മുറിയിലാണ്, ശരി ഇരിക്കട്ടെ. പക്ഷെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിലോ ഏകാഗിയല്ല, രഹസ്യസ്ഥിതനല്ല. കാരണം എന്താ? ലോകം മൂപ്പരുടെ കയ്യിലുണ്ട്. വാട്സപ്പ് ഉണ്ട്, ഈ യൂട്യൂബ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. ഇതിലൂടെ എല്ലാ ആക്ടിവിറ്റികളും. പണ്ടിത് പറയുന്ന സമയത്ത് അങ്ങനെയല്ല നിയമം പറഞ്ഞത്. പക്ഷെ നിയമം വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. എന്തിനു വേണ്ടി എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അത് ഉൾക്കൊള്ളണം. ഇത് പ്രായോഗികമാണോ അപ്രായോഗികമാണോ അത് വേറെ. പറയുമ്പോൾ നമ്മൾ പറയുന്നതാണ്. എന്താന്ന് പറയുക, ചിലതിലൊക്കെ നിങ്ങൾ ഭയങ്കര കണിശമായിട്ട് ആചാരം പറയാറുണ്ടായി.
ആചാരം പറയുമ്പോൾ ഇതൊന്നും ഓർത്ത് വയ്ക്കുന്നതല്ല. അപ്പം യോഗി രഹസി ഏകാഗി സ്ഥിത, അങ്ങനെ സ്ഥിതി ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ലോകവുമായിട്ടുള്ള ബന്ധത്തെ പൂർണ്ണമായി വിച്ഛേദിച്ച് യഥചിത്താത്മാ, യഥാ എന്ന് പറഞ്ഞാൽ നിയമനം, അന്ധകരണ വൃത്തികളെ അടക്കിയിട്ട് നിയമനം ചെയ്തിട്ട്, മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്, കരുവിന് കണ്ണുകൾ അഞ്ചുമുള്ളടക്കി ഇന്ദ്രിയങ്ങളെ ഉൾവലിച്ച്, എങ്ങനെയാ ഉൾവലിക്കുക എന്നുള്ള വിദ്യകളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ടോ നിരാശി, ഏതെങ്കിലും വിധത്തിലുള്ള ആശയോട് കൂടിയിട്ടല്ല, നിർഗതം, എല്ലാ ആശകളും എന്താ പറയുക ഒഴിച്ചിട്ടുള്ള, അപരിഗ്രഹ, തനിക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വയ്ക്കുക എന്ന പ്രക്രിയയും ഇല്ല. അങ്ങനെ അപരിഗ്രഹ സതതം ആത്മാനം യുഞ്ചീത, സതതം എന്ന് പറഞ്ഞാൽ എപ്പോഴും ആത്മാനം, തൻ്റെ സ്വരൂപത്തെ യുഞ്ചീത, സ്വരൂപത്തിൽ അതിനെ അറിയാൻ നിരന്തരം ശ്രമിക്കുക. അപ്പോൾ അതിനെന്തു വേണം? ആ സ്വരൂപത്തെ നിരന്തരം അറിയാൻ എങ്ങനെയാണ് അത് അറിയേണ്ടത്? അതിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു ചുറ്റുവട്ടം ഒരുക്കലാണ്. അത് എവിടെ അറിയണം? ആരിൽ നിന്ന് അറിയണം? എങ്ങനെയാണ് അറിയേണ്ടത്? ഇത് നമ്മുടെ ഈ ബൃഹദാരണ്യകത്തിലൊരു കഥയുണ്ട്. ഈ കാശിയിലെ രാജാവായിരുന്നു അജാതശത്രു എന്ന് പറഞ്ഞ, അജാതശത്രു കാശി ഭരിക്കുന്ന കാലം, ഉപനിഷത്തിൽ പറയുന്ന കഥയാണ്. അപ്പം ഈ യാജ്ഞവൽക്യൻ എന്ന ഋഷിയല്ല, ഒരു ബ്രാഹ്മണൻ. ഈ പല പേരുകളിൽ ഈ ഉപനിഷത്തിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരേ പേര് പല ആളുകൾക്കുണ്ട്. നമുക്കിപ്പോഴും ഉണ്ടല്ലോ പല പേരിൽ, ഒരു പേര് പല ആളുകൾക്കുണ്ടല്ലോ. അതുപോലെ തന്നെ അതിൽ പ്രസിദ്ധനായിട്ടുള്ള ആളുകൾ വേറെയുണ്ട്. അപ്പം ഈ ആള് ഇതേപോലെ അജാതശത്രുവിനെ സമീപിച്ചിട്ട് അജാതശത്രുവിനോട് പറയുകയാണ്, അപ്പോൾ അതേ രാജാവാണ്, ഇദ്ദേഹം ബ്രാഹ്മണനാണ്, പറയാം ഞാൻ നിങ്ങൾക്ക് ബ്രഹ്മവിദ്യ പറഞ്ഞു തരാമെന്ന് പറയും. മൂപ്പര് വലിയ ജ്ഞാനിയാണ് അജാതശത്രു. വന്ന സ്ഥിതിക്ക് ഒന്നും പറയാതെ പറഞ്ഞു, ആവട്ടെ ഞാൻ അങ്ങേക്ക് 1000 പശുക്കളെ തരാമെന്ന് പറഞ്ഞു. മൂപ്പർക്ക് വലിയ സന്തോഷമായി. അങ്ങനെ അദ്ദേഹം ബ്രഹ്മവിദ്യയുടെ രഹസ്യമൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ ഓരോന്ന് പറയുമ്പോൾ ഈ അജാതശത്രു അത് ഞാൻ അറിഞ്ഞതാണെന്ന് പറയും. ആദ്യം പറയും സൂര്യനിൽ ആ പുരുഷൻ, സൂര്യനെ ഏതാണോ നിലനിർത്തുന്നത്, ഈരൺമയേന പാത്രേണ സത്യസ്യാഭിഹിതമുഖം തത്വം ഭൂഷൺ അഭാവൃണു സത്യധർമായ ദൃഷ്ടയെന്ന് ഈശാവാസ്യത്തിൽ പറയുന്ന അതിനെ യോസാവസൗ പുരുഷസോഹമസ്മി, ആ അസൗ പുരുഷ, ആ പുരുഷനാണ് ബ്രഹ്മം എന്ന് പറയും. അദ്ദേഹം പറഞ്ഞു കൊടുക്കുമ്പം അജാതശത്രു പറയും അതെനിക്കറിയാം, ഞാനത് ഉപാസിക്കുന്നുണ്ട് എന്ന് പറയും. അപ്പം അത് കഴിഞ്ഞു. ചന്ദ്രൻ്റെ യഥാദിത്യഗതം തേജ എന്നുള്ളത് പറയും. അപ്പം മൂപ്പര് അതും പറയും, ആദിത്യനിൽ തേജസ്സായിട്ടിരിക്കുന്നതും ചന്ദ്രനിൽ തേജസ്സായിട്ടിരിക്കുന്നതും എന്നതാണെന്ന് എനിക്കറിയാം, ഞാനതിനെ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയും. പിന്നെ മൂപ്പര് അഗ്നിയിൽ പറയും. അപ്പോൾ അഗ്നിയെക്കുറിച്ച് പറയുമ്പോൾ അഗ്നിയിൽ അതെങ്ങനെയാണ് എന്നുള്ളതിന് അജാതശത്രു അതിൻ്റെ ദൃഷ്ടാന്തങ്ങളെയൊക്കെ നിരത്തിക്കൊണ്ട് പറയും, എനിക്കറിയാമെന്ന് പറയും. ഇങ്ങനെ മിന്നൽ പിണരിൽ എന്തിനു പറയണം, അഗ്നിയിൽ, ഈ പറഞ്ഞ ജലത്തിൽ, ഭൂമിയിൽ, ഇങ്ങനെ കണ്ണാടിയിൽ തുടങ്ങി
സകലത്തിലും ഉപരിങ്ങനെ ഓരോന്നിങ്ങനെ നല്ല രസമുള്ള ഒരു ഇതാണ് അത്. ഈ ബൃഹദാരണ്യകത്തിലെ മധുകാണ്ഡത്തിലാണ് അത് വരുന്നത്. അത് നല്ല രസമുള്ള ഒരു ഇതാണ്. അങ്ങനെ പറയും, ഇങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഇദ്ദേഹം അതിനൊക്കെ ലക്ഷണങ്ങൾ പറഞ്ഞ് ഇതിനെ ഞാൻ ഹൃദിസ്ഥമാക്കിയതാണ്, അറിഞ്ഞതാണെന്ന് പറയും. അവസാനം ഇങ്ങോർക്ക് പിന്നെ ഒന്നും പറയാനില്ല. അവസാനം അജാതശത്രു ചോദിച്ചു, സ്റ്റോക്ക് കഴിഞ്ഞോ എന്ന് ചോദിക്കും. അതായത് കഴിഞ്ഞോ, ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന്. സ്റ്റോക്ക് കഴിഞ്ഞോ എന്ന് ഉപനിഷത്ത് ചോദിക്കില്ലല്ലോ. കാരണം ഇതൊക്കെയാണ് നമ്മളോട് പിന്നെ സംശയമായിട്ട് ചോദിക്കുക. അങ്ങനെ ഉണ്ടോ, സ്റ്റോക്ക് എന്നുള്ള വാക്ക് ഉപനിഷത്തിലുണ്ടോ? ഇല്ല. കഴിഞ്ഞോ, അവനാഴിയിൽ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നാ ചോദ്യം. അദ്ദേഹം പറയും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ മൂപ്പര് പിന്നെ നേരെ തിരിച്ചായി. ഇദ്ദേഹം പറയാം, അങ്ങ് എനിക്ക് ബ്രഹ്മവിദ്യ ഉപദേശിച്ചു തരണം. അപ്പോൾ പറയാം, അതെങ്ങനെയാണ് ശരിയാവുക? അങ്ങ് ബ്രാഹ്മണനല്ലേ, ഞാൻ ക്ഷത്രിയനല്ലേ. ഈ ബ്രാഹ്മണൻ ക്ഷത്രിയനിൽ നിന്ന് ബ്രഹ്മവിദ്യ അഭ്യസിക്കാറുണ്ടോ? അതിലെന്തോ ഒരു പന്തികേടുണ്ടല്ലോ എന്ന് പറയും. അല്ല, അങ്ങനെയൊന്നുമില്ല, അങ്ങനെയല്ല, അങ്ങനെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെ നല്ല രസം. ഈ മധുകാണ്ഡത്തിൽ ഇത് വരുന്നത് തന്നെ അതിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്. മധു എന്ന് പറഞ്ഞാൽ ബ്രഹ്മവിദ്യ. അപ്പോൾ അവരവിടെ പരസ്പരം കണ്ണുകൾ നോക്കി ഇരിക്കുന്നുണ്ട്, കുറേ മൗനമായിട്ടിരിക്കും. അങ്ങനെ മൗനമായി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് കുറച്ച് എന്തൊക്കെയോ പിടികിട്ടിയെന്ന്. കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് അവിടെ തന്നെ ഈ അജാതശത്രുവിൻ്റെ അവിടെ കിടന്നുറങ്ങുന്ന 1-2 വിദ്വാന്മാരുണ്ട്. അപ്പോൾ ഇവരാരായി കിടന്നുറങ്ങുന്നതെന്ന് അജാതശത്രുവിന് അറിയാം. അപ്പോൾ അവരുടെ പേരുകൾ വിളിക്കുന്നുണ്ട്, ഓരോ വലിയ പേരുകളാണ്. ഇന്നവനെ എന്നൊക്കെ പറഞ്ഞിട്ട്, എടാ ദാസപ്പ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിക്കുമല്ലോ, അതേപോലെ. അപ്പോൾ എടാ വാക്കര, ദാസപ്പ എഴുന്നേക്കടാ എന്ന് പറഞ്ഞപ്പോൾ ഇവന്മാർ എഴുന്നേക്കുന്നില്ല. അപ്പോൾ ഇവർക്ക് 2 അടി കൊടുത്തു. പേര് വിളിച്ച് 2 അടി കൊടുത്ത്, ശരീരം കുലുക്കിയിട്ട് 2 അടി കൊടുത്തപ്പോൾ ചാടി എണീറ്റു. അപ്പോൾ അജാതശത്രു അദ്ദേഹത്തിനോട് പറയാ, അതായത് ഇവരുടെ ഇന്ദ്രിയങ്ങളെല്ലാം, പിന്നെ അവിടെ നല്ലൊരു ഉപദേശം കൊടുക്കുന്നതാണ്. ഇന്ദ്രിയങ്ങൾ, ഈ പറയുന്ന കാത്, ഈ പേര് ചൊല്ലി ഇവരെ വിളിച്ചപ്പോൾ കാതുണ്ടായിരുന്നു ഇവിടെ, പക്ഷെ കാത് പ്രവർത്തിക്കുന്നില്ല. കാത് പ്രവർത്തന യോഗ്യമായിരുന്നില്ല. കാതും കണ്ണും മൂക്കും നാക്കും ഒന്നും തന്നെ. കാരണം എല്ലാം ഉള്ളിലൊതുങ്ങി അതിൻ്റെ കാരണത്തിൽ പോയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അവരെ അടിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് സടകുടഞ്ഞ് എഴുന്നേറ്റു. അത് കഴിഞ്ഞ് അജാതശത്രു നല്ല ഉദാഹരണം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതാ നോക്കൂ, 8 നോക്കൂ. അയാളിങ്ങനെ 8 നോക്കി. കണ്ടോ, 8 നിന്ന് തന്നെയാണ് ആ വലയെ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഒരു തീക്കുണ്ടത്തിൽ നിന്ന് തീപ്പൊരി ഇങ്ങനെ പറക്കുന്നത് കാണിച്ചു കൊടുത്തു. കണ്ടില്ലേ, ആ പൊരിപൊരിയായിട്ട്. ഇതുപോലെയാണ്, ആത്മാവിൽ നിന്നാണ് ഇതെല്ലാം. അതാണ് സത്യം. അതിൽ നിന്നാണ് പ്രാണൻ, ജീവൻ. അതാണ് അറിയേണ്ടത്. അതറിയേണ്ടത് എവിടെയാണ്? പുറത്തല്ല. പുറത്ത് അന്വേഷിക്കുന്നവൻ മൂഢനാണ്, മനുഷ്യത്ത് പറയാ. അവനവനിൽ കണ്ടെത്തിയാൽ അതെല്ലായിടത്തും കാണാം. ആ വിദ്യ പറഞ്ഞു കൊടുത്തു. ആ വിദ്യയാണ് ഭഗവാൻ, അർജുന നാളെ റെഡിയായിക്കോ, പറഞ്ഞു തരാമെന്ന് പറയും. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.